തൃശ്ശൂർ സ്വദേശിനിയാണ്. തൃശ്ശൂരിലായിരുന്നു വിദ്യാഭ്യാസം. ഹോളി ഫാമിലി സ്കൂളിലും സെന്റ് മേരീസ് കോളേജിലും വിമല കോളേജിലും ഒക്കെ ആയിട്ടായിരുന്നു വിദ്യാഭ്യാസം. അത് കഴിഞ്ഞ് കുറച്ച് നാള് കുവൈറ്റില് ടീച്ചറായിരുന്നു. ഇപ്പൊ നാട്ടില് സെറ്റിൽഡ് ആണ്. 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. രണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒന്ന് അഭയാർത്ഥിയുടെ പ്രേമവാചനം കവിതാ സമാഹാരം, ഒന്ന് ഒറ്റു എന്ന് പറഞ്ഞിട്ട് ചെറുകഥാ സമാഹാരം. ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എൻ്റെ ചിത്രപ്രദർശനം ലളിതകലാ അക്കാദമിയിൽ നടക്കുന്നു 17, 18, 19 തീയതികളിൽ. അപ്പം 17-ാം തീയതി വൈകിട്ട് 4 മണിക്ക് പ്രശസ്ത ചിത്രകാരി ഡോക്ടർ സംഗീത ബി കൃഷ്ണ ഉദ്ഘാടനം ചെയ്യുന്നു. അന്ന് ചടങ്ങായിട്ട് ഉദ്ഘാടനം നടത്തുന്നുണ്ട്. അപ്പോൾ രമ്യ കുമരൻചാത്ത് സ്വാഗതം പറയുന്നു ചടങ്ങില്. ശ്രീമാൻ പ്രവീൺ വൈശാഖൻ, അദ്ദേഹം ഒരു പ്രസാധകനാണ്. അപ്പൊ അദ്ദേഹം അധ്യക്ഷനാണ്. അത് കഴിഞ്ഞ് സംഗീത ബി കൃഷ്ണ ഉദ്ഘാടനം ചെയ്യുന്നു. ശ്രീശോ വ്യൂവേഴ്സ്, അദ്ദേഹം പത്രപ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ആശംസാ പ്രസംഗം, പിന്നെ നന്ദി പ്രകടനം, അത്രയും ചടങ്ങുകളൊന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. 17 എണ്ണം ഫ്രെയിം ചെയ്ത് ചില്ലിട്ട ചിത്രങ്ങളാണ്. അല്ലാതെ പിന്നെ ഒരു ബണ്ടില് ഒരു 10-100 എണ്ണം ലൂസ് ആയിട്ടുള്ളതുണ്ട്. അതെ, 17 എണ്ണമാണ് ചുമരിൽ വെച്ചിരിക്കുന്നത്. വേറെ ബാക്കിയുള്ള ചിത്രങ്ങൾ ലൂസ് ആയിട്ടുള്ളതാണ്. വേറെ വേറെയാണ്. ഓയിൽ പെയിന്റിംഗ് അല്ല, അക്രലിക്, പേന, പിന്നെ ഓയിൽ പേസ്റ്റല്, വാട്ടർ കളർ, അങ്ങനെ വിവിധ മാധ്യമങ്ങളിലുള്ള ചിത്രങ്ങളാണ്. ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ കൂടുതലും സ്ത്രീ മുഖങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു രശ്മിയുടെ ആത്മഭൂമികകൾ എന്നാണ് ചിത്രപ്രദർശനത്തിന്റെ പേര്. രശ്മീസ് സോൾസ്കേപ്സ്. അതെ അതെ. ചെറിയ തോതിലൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ലളിതകലാ അക്കാദമി ഗാലറി പോലൊരു സ്ഥാപനത്തിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അല്ല, ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല. തനിയെ പിന്നെ ഓൺലൈനായിട്ടൊക്കെ നോക്കിയൊക്കെ ചെയ്തിട്ടാണ് അങ്ങനെ പഠിച്ചിരിക്കുന്നത്. ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടാണ് അത് പഠിച്ച് അതിന്റെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇപ്പോഴും ആ കാര്യത്തിലൊരു ശിശുവാണ്. അത് ഇനിയും മുന്നോട്ട് പോകാനുണ്ടെന്നാണ് വിശ്വാസം. ടീച്ചർ B.Ed ഉണ്ട്. ടീച്ചറായിരുന്നു കുവൈത്തില്, ഇംഗ്ലീഷ്. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ നാട്ടില് സെറ്റിൽഡ് ആണ്. വില്ലടം.